സിന്ദാബാദ് സിന്ദാബാദ് പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് ഇന്നത്തെ പണി പെൻഷൻ പറ്റി പട്ടിണിക്കിട്ട് കൊല്ല കൂട്ടി രസിക്കുന്നു ജീവിക്കാൻ ശാസിക്കുന്നു എന്നിട്ടാണ് പണി പെൻഷൻ 4 മാസം പെൻഷൻ 4 മാസം കമ്മ്യൂട്ടേഷൻ ലീവ് സറണ്ടർ മാസം പലതും കഴിയണം പെൻഷൻ കട്ടുതിന്നു പിച്ച കട്ടുതിന്നു മുന്നേറ്റം മനസ്സിലാക്കി മക്കളെ നീക്കണയാക്കുന്നു ഇൻഷുറൻസിന്റെ പേര് പറഞ്ഞു ഇൻഷുറൻസിന്റെ പേര് പറഞ്ഞു പെൻഷൻകാരെ പറ്റിച്ചേർക്കാൻ കൊല്ലം 7 പിന്നിട്ട് കൊല്ലം 7 പെൻഷൻകാരൻ മരിച്ചിട്ടും അവകാശിക്ക് പണമില്ല വയ്ക്കൂ കള്ളപ്പിരിവ് പണിയെടുത്ത് പിരിഞ്ഞവർ ക്ഷാമാശ്വാസ കുടിശ്ശിക ആയപ്പോൾ 3% തന്നിട്ട് 7 മാസം കഴിഞ്ഞിട്ടും പറയൂ
പറയൂ പറയൂ സർക്കാരെ. സിന്ദാബാദ്. സിന്ദാബാദ്. ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി KCB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും KCBയിലെ മുൻ ഡയറക്ടറുമായ ശ്രീ M. മുഹമ്മദ് അലി റാവുത്തർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ ഡയസിൽ ഉപവിഷ്ടരാകണം. നമ്മുടെ യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ വിശദീകരണ യോഗം ഇവിടെ ആരംഭിക്കും. ബഹുമാന്യരെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AV വിമൽ ചന്ദിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റാവുത്തർ സാർ, ബഹുമാനപ്പെട്ട സംഘടനയുടെ പ്രസിഡന്റ് ഉദ്ഘാടനമായ ജെയിംസ് സാർ, വിശദീകരണം നൽകുന്ന VP രാധാകൃഷ്ണൻ സാർ, ശ്രീ മോഹൻ കുമാർ സാർ, ശ്രീ അനിൽ, ബഹുമാനപ്പെട്ട കൂട്ടായ്മ കുടുംബാംഗങ്ങൾ, ആദ്യമായിട്ട് നമ്മുടെ 5 പേർ കൂട്ടായ്മയുടെ അംഗങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം ഞങ്ങളുടെ യോഗം ബഹുമാനെ KCB പെൻഷൻസ് കൂട്ടായ്മ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നത്. 2021 മുതൽ പ്രവർത്തനം ആരംഭിച്ച പെൻഷൻസ് കൂട്ടായ്മ അന്ന് മുതൽ വിരമിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ യഥാസമയം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. ഈ വർഷം 1577 പേര് വിരമിക്കുന്നുണ്ട് മെയ് വരെ. കഴിഞ്ഞ വർഷവും അത്രയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ 1 വർഷത്തോളം നീണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഒരു വിളംബര ജാഥ നടത്തി നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. നമ്മൾ എല്ലാവരെയും ചെയർമാനെ ഉൾപ്പെടെയുള്ളവരെ കണ്ടു. അന്നത്തെ ചെയർമാൻ ബഹുമാനപ്പെട്ട രാജൻ കോപ്രഗഡെ സാർ നമ്മളെ പ്രതിനിധിച്ചു. ഫോർട്ട് കുമാർ സാർ ആദ്യം അദ്ദേഹത്തെ നമ്മുടെ നിവേദനം നൽകി കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അതിനു വേണ്ട ശ്രമം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ യോഗം കൂടിയ ദിവസം നമ്മൾ അദ്ദേഹത്തെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിദിന KCBയുടെ വരവും ചെലവും അതിൽ നിന്ന് പെൻഷൻകാർക്ക് എത്ര കൊടുക്കാം എന്ന് കണക്കാക്കി പെൻഷൻകാരുടെ ഫണ്ട്, പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഏകദേശം അത് ജനുവരി മാസം റിട്ടയർ ചെയ്ത് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഉള്ള പരിശ്രമം അദ്ദേഹം നടത്തി. എന്നാൽ പുതിയ ചെയർമാൻ ഇതിനൊന്നും സമയമില്ല, അദ്ദേഹത്തിന് കൺസൾട്ടൻസി കരാർ കൊടുക്കുന്നതിനുള്ള തിരക്കിനകത്ത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെടുന്നതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ 1577 വിരമിക്കുമ്പോൾ നമ്മുടെ ഇന്നുവരെ വിരമിച്ചവർ ഇനിയും 5ാം മാസം വിരമിച്ചവർക്ക് ഇനിയും ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ട്. 5ാം മാസം വിരമിച്ചവര് ആനുകൂല്യം കൊടുക്കാൻ കിടക്കുമ്പോൾ അതിനുശേഷം വിരമിച്ച കുറേയേറെ പേരുണ്ട്. അപ്പൊ ഇതിപ്പോൾ നവംബർ 30 വരെയുള്ള ആനുകൂല്യങ്ങളാണ് നമ്മളുടെ കഴിഞ്ഞ 2 മാസത്തെ അശ്രാന്ത പരിശ്രമം. നമ്മൾ അവരുടെ എല്ലാ ഓഫീസുകളിൽ കയറി ഇറങ്ങി നമ്മൾ അപേക്ഷിച്ചതിന് ഫലമായിട്ട് ഈ നവംബർ 30 വരെയുള്ള കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെ തുടർന്ന് വരുന്ന പെൻഷൻകാരെയും ബാധിക്കും,
നമ്മുടെ ഇപ്പോഴത്തെ ആ പെൻഷൻ പറ്റി ഇരിക്കുന്നവരിൽ നമ്മളുടെ വൻ തുകയാണ് അവർക്ക് നഷ്ടം പറ്റുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ നൽകും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കൂട്ടായ്മയുടെ ആദ്യത്തെ പ്രസിഡന്റും ഇപ്പോൾ നമ്മുടെ സംഘ സമിതി കൺവീനറുമായ റാവുത്തർ സാറാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എം ഡേവിഡ് സാറാണ്. അദ്ദേഹത്തിന് കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സ്വാഗതം. ഇന്ന് ഇതിൽ വിശദീകരണം നൽകുന്നത് വി പി രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലിരിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ദിവസം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ദക്ഷിണ മേഖല സെക്രട്ടറി ശ്രീ അനിൽകുമാറാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ സ്വാഗതം ഇല്ല, നിങ്ങളെ എത്തിച്ചേർന്ന എല്ലാവരാണ്. ഈ എത്തിച്ചേർന്നവർക്കാർക്കും ആനുകൂല്യങ്ങൾ ആവശ്യമില്ല, എല്ലാവരും കിട്ടിയവരാണ്. പക്ഷെ നമ്മുടെ സഹോദരങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തിയ എല്ലാവർക്കും കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയിംസ് എം ഡേവിഡ്, ഇന്നിവിടെ വിശദീകരണം നൽകാനായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ലീഗൽ സമിതി മാസ്റ്റർ ട്രസ്റ്റ് സമിതി കൺവീനർ ശ്രീ വി പി രാധാകൃഷ്ണൻ, നമ്മുടെ സംഘടനയുടെ സ്ഥാപക വൈസ് പ്രസിഡന്റ് ഇപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ കെ മോഹൻകുമാർ, ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ തെക്കൻ മേഖല സെക്രട്ടറി ശ്രീ കൊല്ലം അനിൽകുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ജില്ലാ ഭാരവാഹികള്, മറ്റ് സംസ്ഥാന ഭാരവാഹികള്, പെൻഷൻ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പെൻഷൻ കൂട്ടായ്മ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്നിവിടെ ഈ യോഗം വെച്ചത് കാരണം കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം നമ്മുടെ കൂട്ടായ്മ പ്രവർത്തിച്ചതിന്റെ ഫലമായി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പെൻഷൻകാർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഘടന എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ മെയ് മാസം മുതൽ റിട്ടയർ ചെയ്ത നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ഇവിടെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് ഏതാണ്ട് 1500-ൽ പരം ജീവനക്കാർ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് മനസ്സിലാക്കി അവരുടെ ഭാവിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ, കമ്മ്യൂട്ടേഷൻ, DCRG, അതിന്റെ അനുവദിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കൽ, ഇതൊക്കെ മുൻനിർത്തി ക്രിയാത്മകമായ ഇടപെടലുകൾ ബോർഡിന്റെ ഭാഗത്തു നിന്നും മറ്റ് താഴേക്കിടയിലുള്ള എല്ലാ ഓഫീസിൽ നിന്നും ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സംഘടിപ്പിച്ചിട്ടുള്ള യോഗങ്ങളിൽ നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഇവിടെ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പങ്കെടുക്കാൻ പറ്റുന്നവരെ, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബോർഡിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ ഈ യോഗം കൂടിയിട്ടുള്ളത്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ആദ്യം കോപ്പറേറ്റീവ് സാർ അന്ന് നമ്മൾ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരുടെ അല്ലെങ്കിൽ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അപ്പോഴും തന്നെ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച്
ക്രിയാത്മകമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് വളരെ ഭംഗിയായി ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുകയും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ പലർക്കും നമ്മുടെ സംസ്ഥാനം ഇല്ലാത്ത പെൻഷൻകാർക്കും കൃത്യമായി ആ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ ഒരു 4-5 മാസക്കാലമായി ആകെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് പെൻഷൻകാർക്ക് വേണ്ടി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാരാണ്. ഒരു പരിധി അതിൽ നമ്മുടെ നിർബന്ധം കൊണ്ട് നമ്മുടെ അസ്ഥിതി കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നടപ്പിലായി കിട്ടിയിട്ടുണ്ട്. എങ്കിലും എന്നിരുന്നാലും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കേവലം 1 മാസത്തിനകത്ത് റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ പല സ്ഥാപനങ്ങളിലും അവരുടെ പെൻഷൻ പേപ്പർ കയ്യിൽ കൊടുക്കുന്നുണ്ട്, PPO നമ്പറിന്റെ അനുവാദം കൊടുക്കുന്നുണ്ട്. ഇവിടെ മാസങ്ങൾ എടുക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. പുത്തൻ സാങ്കേതിക വിദ്യ ഇപ്പോൾ എല്ലാ മേഖലയും നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ഈ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ച് ഓൺലൈനിൽ നമ്മുടെ പെൻഷൻ പേപ്പറുകളുടെ പ്രോസസ്സിംഗ് ശരിയാക്കാനും ജീവനക്കാരുടെ സെക്ഷൻ തലത്തിലുള്ള നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് NLC ക്ലിയർ ചെയ്യാനും 1 മാസത്തിനകത്ത് അദ്ദേഹത്തിന്റെ പെൻഷൻ സാങ്ഷൻ ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമ്മൾ തന്നെ 2014 ബോർഡിലെ ജീവനക്കാരും സംഘടനയും സർക്കാരും ബോർഡും നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ദ്രേശ കരാറുണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ട് പെൻഷൻകാരുടെ അവർക്ക് കൊടുക്കേണ്ട തുക കണ്ടെത്തുന്നതിന് വേണ്ടി പെൻഷൻ ഉൾപ്പെടെയുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച മാസ്റ്റർ ട്രസ്റ്റ്, ആ മാസ്റ്റർ ട്രസ്റ്റ് പ്രാവർത്തികമാക്കി കൃത്യമായി പോയാൽ ഈ കാര്യത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ല. ബോർഡിന്റെ റവന്യൂ അല്ലെ ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഈ അടുത്തയിടയിൽ സർക്കാരിന് ഉത്തരവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായി മാസ്റ്റർ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിലടയ്ക്കാനുള്ള തുകകളൊക്കെ 24% പലിശയോടുകൂടി അതിനകത്ത് അടയ്ക്കണം. അതിനുവേണ്ടി ഒരു പുതിയ സംവിധാനം, കുറ്റമറ്റ സംവിധാനം ബോർഡിൽ ഉണ്ടാക്കണം. പക്ഷെ ഇതുവരെയും ആരും അനങ്ങുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കത്തുകൾ കൊടുത്തു. വരുന്ന 2024, 25, 26 സാമ്പത്തിക വർഷ ആരംഭം മുതൽ മാസ്റ്റർ ട്രസ്റ്റ് കൃത്യമായി പ്രവർത്തിക്കണമെന്നും അതിൽ കൃത്യമായി അതിന്റെ വരേണ്ട തുകകൾ എത്തിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലായില്ലെങ്കിൽ തീർച്ചയായും പെൻഷനേഴ്സ് കൂട്ടായ്മ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അടുത്ത അനന്തര നടപടികൾ, നിയമ നടപടികളിലേക്ക് വരെ നമ്മൾ കടക്കും എന്നുള്ള കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആയതിനാൽ ഇനി റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയുമല്ല, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ പേരിൽ എന്തെങ്കിലും നടപടികൾ തീർപ്പാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാനുള്ള ജീവനാംശം എന്നുള്ള നിലയ്ക്ക് മിനിമം പെൻഷൻ അദ്ദേഹത്തിന് കൊടുക്കണം. അതിന് വേറെ യാതൊരു ഉപാധിയുമില്ല. അതും കൊടുക്കുന്നില്ല. അവരെ എല്ലാം, ഈ പാവങ്ങളെ എല്ലാം തള്ളി ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് ഉത്തരവ് വന്ന് അതിനുശേഷം പെൻഷൻ കൊടുത്തു എന്നുള്ള ചില കാഴ്ചപ്പാടുകളാണ് ബോർഡ് അധികാരികളും ബോർഡിലെ താഴെയുള്ള ARE ലെവലിലുള്ള ചില ഉദ്യോഗസ്ഥരും ഇവിടെ സ്വീകരിച്ചു വരുന്നത്. അപ്പൊ ഇതിനൊക്കെ എതിരെ മര്യാദയ്ക്ക് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്ക് നിയമപ്രകാരം അവരുടെ 30 കൊല്ലം 35 കൊല്ലക്കാലം ജോലിയെടുത്ത് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചതാണ് അവർ കൊടുക്കേണ്ടത്. കമ്മ്യൂട്ടേഷൻ ആണെങ്കിലും DC ആണെങ്കിലും മറ്റ് പെൻഷൻ മാസാമാസം കിട്ടേണ്ട പെൻഷൻ ആണെങ്കിലും. അപ്പൊ അത് മര്യാദയ്ക്ക് നമ്മുടെ പെൻഷൻകാർക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം, അത് ലക്ഷ്യമായിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് തന്നെയുമല്ല, സർക്കാരിൽ വെൽഫെയർ ഫണ്ട് സമ്പ്രദായമുണ്ട്, ബോർഡിലെ ജീവനക്കാർക്ക് വെൽഫെയർ ഫണ്ട് സമ്പ്രദായമുണ്ട്. എന്തുകൊണ്ട് ഈ ബോർഡിലെ സർക്കാരിലെ പെൻഷൻകാർക്കുള്ളതുപോലെ ബോർഡിലെ പെൻഷൻകാർക്ക് ആ വെൽഫെയർ ഫണ്ട് സമ്പ്രദായം നടപ്പിലാക്കുന്നില്ല? ഇൻഷുറൻസ് സമ്പ്രദായം പെൻഷൻകാർക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ തുടങ്ങി, അതുകൊണ്ട് ബാക്കിയാകുന്നില്ല. ഇപ്പൊ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ 1 കിലോ ക്ഷാമാശ്വാസം ഇവിടെ നമുക്ക് DRO അനുവദിച്ചു, നമുക്ക് കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കിയുള്ളത് അവിടെ കിടക്കുന്നു. അതിന് 10 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ ഉത്തരവിറക്കി. ഒരു അനക്കവും ഇല്ല. അപ്പൊ എന്താണ്, പെൻഷൻകാർ വേറെ എവിടുന്നോ വന്നവരാണോ?
അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടപ്പിലായില്ലെങ്കിൽ നമുക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരും. കാരണം 2 കേസുകൾ കോടതിയിൽ പോയി ശരണം പ്രാപിച്ച് കോടതിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഡ്യൂട്ടി ബോർഡിൽ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പെൻഷൻ ആവശ്യത്തിലേക്ക് ആ തുകയിൽ നിന്ന് നമുക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂട്ടായ്മ മാത്രം നേടിയെടുത്ത കാര്യമാണ്. വേറെ ഒരു സംഘടനക്കാരും നിലവിലുള്ള ജീവനക്കാരുടെ സംഘടനകളും മറ്റാർക്കും ഇതിനകത്തൊന്നും യാതൊരു താല്പര്യവുമില്ല. അത് അതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീണ്ടും ഇവിടെ നമ്മളെ VP രാധാകൃഷ്ണൻ സംസാരിക്കും. ഏതായാലും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയിംസ് ഡേവിഡിനെ ഞാൻ നിങ്ങളുടെ അനുവാദത്തോട് കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ സ്ഥാപക പ്രസിഡന്റും ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക സമിതി ചെയർമാനായ റാവുത്തർ സാറ്, നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിമൽ ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ, നമ്മുടെ ലീഗൽ സമിതി ചെയർമാൻ ശ്രീ VP രാധാകൃഷ്ണൻ ഇതിന്റെ നമ്മുടെ വിഷയം വിശദീകരിക്കുന്നത്, പെൻഷൻ കൂട്ടായ്മയുടെ മറ്റ് ഭാരവാഹികളെ, ഈ ചെറിയ ഷോർട്ട് നോട്ടീസിലാണെങ്കിൽ പോലും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പെൻഷൻ കൂട്ടായ്മ അംഗങ്ങളെ, ഞങ്ങളെ ശ്രമിക്കുന്ന എക്സിക്യൂട്ടീവ് ബോർഡിലെ മറ്റ് ജീവനക്കാരെ, പെൻഷൻ കൂട്ടായ്മയുടെ പ്രവർത്തനം കഴിഞ്ഞ 3 വർഷക്കാലം പെൻഷനേഴ്സിന്റെയും വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങളിലും വളരെ സഗൗരവം ഇടപെടുകയും വേണ്ടിവന്ന തലങ്ങളിൽ അത് നിയമവേദികളിലോ അതിനപ്പുറം വേദികളിലോ എത്തിക്കുകയും ആ രീതിയിൽ വളരെ സക്രിയമായ ഇടപെടൽ നമ്മുടെ സംഘടനയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഈ കാര്യത്തിൽ നമ്മുടെ സംഘടനയുടെ തുടക്കം മുതൽ നമ്മൾ ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, സർക്കാരിലാവട്ടെ കേന്ദ്ര സർക്കാരിലാവട്ടെ പെൻഷൻ ആകുന്ന ആൾക്കാർക്ക് ഏതാണ്ട് അതേ സമയത്ത് വളരെ കാലതാമസമില്ലാതെ പെൻഷൻ കിട്ടുകയും അല്ല ഏതെങ്കിലും കാലതാമസം ഉണ്ടായാൽ അതിന് നഷ്ടപരിഹാരം എന്ന രീതിയിൽ പലിശയോ മറ്റ് രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നിയമ സംവിധാനവും ആ രീതിയിലുള്ള കീഴ്വഴക്കങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ വലിയ കാലതാമസമില്ലാതെ കെട്ടിക്കൊണ്ടിരുന്നതാണ്. നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പെൻഷൻ വിതരണത്തിൽ ചില കാലതാമസം ഉണ്ടായപ്പോൾ അതിനകത്ത് നമ്മുടെ മുൻ CMD ഗൗരവമായി ഇടപെടുകയും ചില HRMS ചില ഓഫീസുകളിൽ ആൾക്കാരെ അങ്ങോട്ട് വെക്കുകയും വളരെ പെട്ടെന്ന് അത് നിവർത്തിക്കാനുള്ള നമ്മളുടെ ആഗ്രഹപ്രകാരം ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. 4-5 മാസങ്ങൾ റിട്ടയർ ചെയ്തതിനു ശേഷം കാത്തിരിക്കുന്ന ക്ലെയിമുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും ഇത് നീണ്ടുപോകുന്ന അവസ്ഥയാണ്. കാര്യം നമുക്കറിയാം, നേരത്താണ് വൈദ്യുതിയുടെ വാങ്ങൽ വില ഉയർന്നതോടുകൂടി തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രതിദിന പ്രവർത്തനത്തിന് സാമ്പത്തികമായ ചായ വരുന്ന രീതിയിലുള്ള കാലങ്ങൾ ഈ സമ്മർകാലങ്ങൾ ഇന്ത്യയിൽ വൈദ്യുതിയുടെ വില അധികം ഉയരാതിരുന്നിട്ട് പോലും ഇന്നലെ തന്നെ ഏതാണ്ട് ഈ ഫെബ്രുവരി തന്നെ വളരെ വളരെ ഉയർന്ന രീതിയിലുള്ള വൈദ്യുതി വാങ്ങൽ ആവശ്യമായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ ഏതാണ്ട് 1/3 ഏതാണ്ട് പകുതിയോളം തുകയ്ക്കുള്ള വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ക്ലെയിമുകൾ കൊടുക്കുന്ന കാര്യത്തിന് പലപ്പോഴും അതിന് മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ നടപടികൾ ക്രമീകരിച്ചുകൊണ്ട് ചെയ്തു വരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിനിടെയാണ് അനാവശ്യമായ പല പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനിയെ സൂചിപ്പിക്കാൻ പോകുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ
പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തന ആസൂത്രണങ്ങൾ അത് നടപ്പാക്കാനായിട്ടുള്ള കൺസൾട്ടൻസികൾ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള അമിതമായ താല്പര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ശ്രദ്ധയപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ പെൻഷൻ മാത്രമല്ല വൈദ്യുതി ബോർഡിന്റെ സാധാരണ പ്രവർത്തനം പോലും മന്ദിരിക്കുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മോശമായ രീതിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി നമ്മൾ ഇടപെടുകയും ശരിയായ കറക്ഷൻ രീതിയിലേക്ക് പെൻഷൻകാരെ മാത്രമല്ല ജീവനക്കാരെ ബോധ്യപ്പെടുത്തുകയും അത് സമൂഹത്തെ വിശദീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസ്റ്റർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ അതിന്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കി നമ്മള് യഥാസമയം തന്നെ കോടതിയിൽ ഇടപെടുകയും ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും സർക്കാരിന്റെയും റെഗുലേറ്ററി കമ്മീഷന്റെയും പൊതുജനത്തിന്റെയും ജീവനക്കാരുടെ ഒക്കെ മധ്യേ ഒരു ചർച്ചയാക്കി കോടതി ഇടപെടൽ മൂലം ഇപ്പോൾ ഏതാണ്ട് പഴയ രീതിയിൽ ഒരു പരിധി വരെ നടപ്പായി വരികയും ചെയ്യുകയാണ്. അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതെ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പെൻഷനും നമ്മുടെ ടെർമിനൽ സറണ്ടറുകളും ടെർമിനൽ ക്ലെയിമുകളും ഈ രീതിയിൽ കാലതാമസം ഉണ്ടാകുന്നത് ജീവനക്കാർക്ക് ജീവനക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ക്ഷാമാശ്വാസം അനുവദിച്ചെങ്കിലും അതിന്റെ കുടിശ്ശിക ആവട്ടെ ഇതേവരെ ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ടെർമിനൽ വിസർജനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അതിന്റെ ആദായനികുതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിൽ നിൽക്കുകയാണ്. അതിനകത്ത് ഒട്ടും ഒരു ഇടപെടലും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ജീവനക്കാരെയും പെൻഷൻകാരെയും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി വേണ്ടി വന്നാൽ നിയമ നടപടികൾക്ക് സ്വീകരിക്കേണ്ടത് കാര്യം നിയമപരമായി നമുക്ക് ഒരുപാട് പരിരക്ഷകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിയമപരമായി ഇതിനെതിരെ നീങ്ങാനുള്ള ശ്രമം ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു മുന്നറിയിപ്പുമായി ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബോർഡിന്റെ സാമ്പത്തിക അവസ്ഥ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കേരളത്തിലെ വൈദ്യുതി മേഖലയിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരും ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രകരുമാണ്. അല്ലാതെ പുറത്തുനിന്ന് വന്ന കൺസൾട്ടന്റുകളോ പുറത്തുനിന്നുള്ള നമ്മൾ ജന്മം കിട്ടിയ സാങ്കേതിക വിദ്യകളൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ IT ശൃംഖല ഒക്കെ വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയിലെ മൊത്തം കണക്കുകൾ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ രീതിയിലുള്ള മാനവശേഷി ഇവിടെ ഉള്ളപ്പോ ഇതൊക്കെ പുറത്തേക്ക് വിടേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അടുത്താണ് ഞാൻ കേട്ടത് ഈ തുരുമ്പ് പിടിച്ച സാധനം നമുക്ക് കാണാം. സോളാർ അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തതാണ് നേരത്തെ CMD. ഇത് പരാജയമാണെന്നും ഇത് ഇനിയും പ്രാവർത്തികമാക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്നും ഉള്ള രീതിയിൽ അതിന് പൈലറ്റ് പ്രോജക്റ്റോട് നിർത്തലാക്കി വീണ്ടും ഇത് കേരളത്തിലെ സബ്സ്റ്റേഷനുകളുടെ എല്ലാം മുകളിൽ സ്ഥാപിക്കാനുള്ള നീക്കവുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും നടപടികളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ ആ രീതിയിലുള്ള ചില കുരുട്ടുവേലകളും സാമ്പത്തിക അച്ചടക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുകളിൽ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നമ്മൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുവാനും അതിനെതിരെ വ്യക്തമായ നടപടികൾ അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് തലങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു വിശദീകരണ യോഗവും നമ്മളുടെ ഈ നിയമ നടപടികളുടെ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യ പടി എന്നുള്ള രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങൾ ബഹുമാനപ്പെട്ട CMDക്കും സർക്കാർ തലങ്ങളിലും എത്തിക്കും. അവിടെ യഥാസമയം പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് നമ്മൾ പോകാൻ നിർബന്ധിതരാകും എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നറിയിപ്പ് വിശദീകരണം യോഗം
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്തേ. ഈ നഷ്ടപരിഹാര മുന്നറിയിപ്പ് യോഗത്തിന്റെ സമാരാധ്യനായ അധ്യക്ഷൻ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പ്രഥമ പ്രസിഡന്റും സാങ്കേതിക സമിതി കൺവീനറും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുൻ ഡയറക്ടറുമായ ശ്രീ M. മുഹമ്മദ് അലി റാവുത്തർ അവർ, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയിംസ് M. ഡേവിഡ്, സ്വാഗതം ആശംസിച്ച സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിമൽ ചന്ദ്, സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ K. മോഹൻകുമാർ, ദക്ഷിണ മേഖലാ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, എന്നെ ശ്രവിക്കുന്ന KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളെ, ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെ, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, വൈദ്യുതി ബോർഡിൽ ഒരു സമരക്കാലമായിരുന്നതുകൊണ്ട് ഇടം കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു പെൻഷൻസ്. ഇനി ഇവിടെ ശയന പ്രദക്ഷിണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൊൽക്കാഴ്ചകൾ, മാർച്ച്, വിശദീകരണങ്ങൾ, പണിമുടക്ക് നോട്ടീസ്, ചർച്ചയുടെ അനൗദ്യോഗിക മിനിറ്റ്സ്, ഔദ്യോഗിക മിനിറ്റ്സ് ചില മുറികളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വൈദ്യുതി ബോർഡിലെ മുത്തച്ഛൻ സംഘടന പറഞ്ഞത് ഫെബ്രുവരി 28 എല്ലാ പ്രശ്നങ്ങളും തീരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 3 കൊല്ലമായി വൈദ്യുതി ബോർഡിലെ പെൻഷൻ സംബന്ധിച്ചും പെൻഷൻകാരെ സംബന്ധിച്ചുമുള്ള നിർണായകമായ മർമ്മപ്രധാനമായ വിഷയങ്ങൾ ആധികാരികമായി വസ്തുതാപരമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന, പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ എല്ലാം തീരുന്നതിന് മുമ്പുള്ള ഒരു അന്ത്യകർമ്മമായിരിക്കട്ടെ ഇത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുവാനും അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുവാനും വിശകലനം ചെയ്യുവാനും പരിഹരിക്കുവാനും തുടർച്ചയായി ഇടപെടുവാനും ഉണ്ടാക്കിയ സംഘടനയാണ് പെൻഷനേഴ്സ് കൂട്ടായ്മ. അത് ആണ്ടുബലി നടത്താനും കോപ്രായം കാണിക്കാനും ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഇതിന് കൃത്യമായ ദിശാബോധമുണ്ട്, കൃത്യമായ പ്രവർത്തന രീതിയുണ്ട്, കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടെടുക്കുമ്പോൾ ആരുടെ ഇതിന് മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വികസിച്ചാലും ആ ചന്ദ്രനിലുള്ള അഗാധഘട്ടം പോലെ കറുത്ത് കരിവാളിച്ചാലും ഈ സംഘടനയ്ക്ക് അതൊരു വിഷയമല്ല. ഭരിക്കുന്നവർക്കോ പ്രതിപക്ഷത്തുള്ളവർക്കോ ആശ്വാസമോ ദേഷ്യമോ ഉണ്ടാകുന്നത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകവുമല്ല. മറിച്ച് വൈദ്യുതി ബോർഡിലെ പെൻഷനുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭദ്രതയുമായി ബന്ധപ്പെട്ട്, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഈ സംഘടന ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രധാനമായിട്ടും പെൻഷൻ ആനുകൂല്യങ്ങളും വൈദ്യുതി ബോർഡിലെ പെൻഷൻ സുരക്ഷയും വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരുടെ സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഈ സംഘടന കഴിഞ്ഞ 3 വർഷമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള 4 പ്രധാന കാര്യങ്ങളുണ്ട്. ആ 4 പ്രധാന കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി നിരന്തരം സംവദിക്കുകയും നിരന്തരം നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഈ ഭൂമുഖത്ത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ കാലികമായ അവസ്ഥ നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഘട്ടത്തിന്
ഈ സംഘടന സമാരംഭം കുറിക്കുകയാണ്. ഇത് തുടക്കമാണ്. ഒരു നൈരന്തര്യത്തിന്റെ ഫലപ്രാപ്തിയിലേക്കുള്ള തുടക്കമാണ്. ആ വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 കൊല്ലങ്ങളായി 2023 മുതൽ, പ്രധാനമായിട്ടും 2023 മുതൽ വൈദ്യുതി ബോർഡിലെ പെൻഷൻ ആനുകൂല്യം കിട്ടുന്നത് പെൻഷൻ കിട്ടുന്നവന്റെ പെൻഷനായവന്റെ ആണ്ടാഘോഷത്തിനോടടുപ്പിച്ചാൽ, പെൻഷനായവന്റെ ആണ്ടുവലിയിടുന്ന സമയത്ത് അവന്റെ കുടുംബത്തിന് ഭാവി കാലത്തേക്ക് കിട്ടേണ്ട പെൻഷൻ കമ്മ്യൂട്ടേഷൻ നിരാകരിച്ച് പെൻഷൻകാരൻ മരിച്ചതുപോലെ നഷ്ടപ്പെട്ട് വിലപിക്കുന്ന അവന്റെ ഭാര്യയും കുടുംബവുമുള്ള അവസ്ഥയിലേക്ക് പെൻഷൻകാരനെ തള്ളിവിടുന്ന വൈശാചികമായ നിലപാടുമായി 10-30 കൊല്ലം ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത ആളുകൾ ഈ സ്ഥാപനത്തെ കാണേണ്ട ദുരവസ്ഥ, നിസ്സഹായാവസ്ഥ ഉണ്ടായി. 2023 ഡോക്ടർ ബി അശോക് ഈ വൈദ്യുതി ബോർഡിന്റെ ചെയർമാനായിരുന്ന സമയത്ത് മെയ് മാസത്തിൽ പെൻഷൻ സാങ്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, പെൻഷൻ ഓതറൈസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജീവനക്കാർ വിരമിച്ചപ്പോൾ, കൂട്ടമായി വിരമിച്ചപ്പോൾ അക്കാര്യം വൈദ്യുതി ബോർഡിന്റെ ചെയർമാന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ നിവേദനമായി കഴിഞ്ഞു. മാർച്ചിൽ 1000-900 ആളുകൾ മെയ് മാസത്തിൽ മാത്രം റിട്ടയർ ചെയ്യുന്നു. അവരുടെ പെൻഷൻ പേപ്പറുകൾ പരിശോധിക്കുവാൻ, അവർക്ക് പെൻഷന് അനുമതി നൽകുവാൻ, അവരുടെ പെൻഷൻ ഓതറൈസ് ചെയ്യുവാൻ, അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാൻ ഈ സ്ഥാപനത്തിൽ ആളുകളില്ല, ജീവനക്കാരില്ല. അത് അടിയന്തരമായി ആ സംവിധാനം ഉണ്ടാക്കണം. ജീവനക്കാരെ നിശ്ചയിക്കണം, പോസ്റ്റ് ചെയ്യണം. അദ്ദേഹം മലബാറിൽ നിന്നും വൈദ്യുതി ഭവനിലേക്ക് സ്ഥലം മാറ്റി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ജീവനക്കാരെ ജോലി ക്രമീകരണവുമായി, വർക്കിംഗ് അറേഞ്ച്മെന്റുമായി ഇവിടെ നിയമിച്ചു, ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. പെൻഷൻ പേപ്പറുകൾ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിച്ചു, പെൻഷൻ അനുവദിക്കാൻ കഴിച്ചു, പെൻഷൻ വിതരണം ചെയ്യാൻ. അടുത്ത വർഷം വീണ്ടും പെൻഷൻ സെക്ഷനിൽ ആളില്ലെന്ന് മാത്രമല്ല, ARU തിരിച്ചാണ് പെൻഷൻ പേപ്പറുകൾ പ്രോസസ് ചെയ്തിരുന്നെങ്കിൽ ആളില്ലാത്തത് കൊണ്ട് പെൻഷൻ വരുന്ന സർവീസ് ബുക്കുകൾ ഒരറ്റത്ത് നിന്ന് ഏറ്റവും അവസാനത്തെ പന്തി വിളമ്പണ പോലെ അങ്ങോട്ട് വിളമ്പുകയാണ്. ഏറ്റവും അവസാനം സദ്യ ഒരുക്കുന്ന ആളുകൾ എത്ര ഉണ്ടാകുമെന്ന്, ഒരു 10-25 പേരുണ്ടാകും. അതുകൊണ്ട് ഒരു 30 ഇല അങ്ങോട്ടിട്ടോളൂ എന്ന് പറയും. എന്നിട്ട് ആളില്ലാതെ വിളമ്പി. അതുപോലെ ഉള്ള സീറ്റിലും, ആളുള്ള സീറ്റിലും ഇല്ലാത്ത സീറ്റിലും സർവീസ് ബുക്ക് വിളമ്പി. എന്താ സംഭവിച്ചത്? ഒരു ഡിവിഷനിൽ നിന്ന് ഒരേ ദിവസം അയച്ച പെൻഷൻ പേപ്പറുകൾ 1.5 മാസത്തിന്റെയും 2 മാസത്തിന്റെയും വ്യത്യാസത്തിൽ പാസ്സായി. ഇത് ഈ സ്ഥാപനത്തിലല്ലാതെ എവിടെയാണ് നടക്കുക? ആ പണി നിർത്തണം, ആ പണി നിർത്തണം. നിന്റെയൊക്കെ എച്ചിന് തിന്നാനുള്ളവരല്ല വൈദ്യുതി ബോർഡിൽ നിന്ന് പെൻഷൻ പറ്റിയ ആളുകൾ. ഞങ്ങൾ പണിയെടുത്ത് പടുത്തുയർത്തി ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഞങ്ങൾക്ക് കിട്ടേണ്ട പെൻഷനും ആനുകൂല്യവും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉത്തമബോധമുള്ള, ആത്മബോധമുള്ളവരുടെ സംഘടനയാണ് പെൻഷനേഴ്സ് കൂട്ടായ്മ. അല്ലാതെ കിരിതക്കി നായകളുടെ സംഘടനയല്ല പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും ചെലവാക്കി ഈ സംഘടനയെ അങ്ങനെ നിലയ്ക്ക് നിർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഞങ്ങൾക്ക് അത്തരം മോഹങ്ങൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക് മോഹഭംഗങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ പെൻഷൻ ആനുകൂല്യങ്ങൾ വൈകി അന്നത്തെ ചെയർമാന് നമ്മുടെ ഇവിടെ ഒരു സമര പ്രഖ്യാപന വിളംബര ജാഥ, അവകാശ പ്രഖ്യാപന വിളംബര ജാഥ നടത്തി. ചില ആളുകളൊക്കെ പറഞ്ഞു ഇവിടെ ഉത്സവം കൊടിയേറി കോപ്രായം കാണിച്ചു എന്ന്. വിളംബരം ചെയ്തു ഈ സംഘടന. ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകണം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണിത്. അന്നത്തെ ചെയർമാൻ ശ്രീ രാജൻ ഗബ്രക്ക് നിവേദനം നൽകി, അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അദ്ദേഹം നേരിട്ട്
പെൻഷൻ പാസ്സാക്കുന്നതും ആനുകൂല്യങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ചു, നേരിട്ട് ഇടപെട്ടു, ക്രെഡിറ്റ് ഏറെക്കുറെ കൊടുത്തു. ആ പ്രശ്നം ഏറെക്കുറെ പരിഹൃതമായി. കഴിഞ്ഞ മെയ് മാസത്തിൽ പണ്ടേ പടി ചണ്ടേ കോലും എന്ന് പറഞ്ഞ പോലെ പുതിയ ചെയർമാൻ ഇതൊന്നും തരുന്നു. ചെയർമാൻ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ CM ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കൺസൾട്ടൻസിയെ കൂടി നിയമിക്കണം. ആ കൺസൾട്ടൻസി എന്ന് പറയുന്നത് 10 കോടി രൂപയിലധികം പലിശ നഷ്ടം വന്നിട്ടുള്ള, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കിട്ടാറിഞ്ഞിട്ടുള്ള ഈ ജീവനക്കാരുടെ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം, പലിശ എങ്ങനെ വൈദ്യുതി ബോർഡിന്റെ വരുമാനത്തിൽ നിന്ന് കൊടുത്തു തീർക്കാൻ കഴിയും എന്ന വിദഗ്ധ റിപ്പോർട്ടിന് വേണ്ടി പോകുന്നതിന് മുമ്പ്, കടം വെച്ചതിന് മുമ്പ് അവസാനത്തെ കൺസൾട്ടൻസിയായി നിയമിച്ചങ്ങ് പോകണം എന്നാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോ 12/9/2024 ഈ കഴിഞ്ഞ ഡിസംബർ മാസം 9-ാം തീയതി പെൻഷനേഴ്സ് കൂട്ടായ്മ ചെയർമാന് കത്തുകൊടുത്തു. ചെയർമാൻ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസിൽ കത്തുകൊടുത്തു. 5-ാം മാസം റിട്ടയർ ചെയ്ത ആളുകൾക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടിയിട്ടില്ല. മാസം 7 പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല, കൊടുക്കണം. പെൻഷൻ ആനുകൂല്യം എങ്ങനെ കൊടുക്കുക? എല്ലാ ദിവസവും ഇവിടെ ബാലഗോപാലും നമ്മുടെ വിമൽ ചന്ദ്രവും ഒക്കെ ക്രെഡിറ്റിന് വേണ്ടി പോകും. സാറേ, ക്രെഡിറ്റ് തന്നെ നഷ്ടമാണ്. ഒരു ദിവസത്തെ ക്രെഡിറ്റ് 3/4 ലക്ഷം, 1 ലക്ഷം, അതാണ് ക്രെഡിറ്റ്. ആദ്യം 7 ദിവസത്തെ ക്രെഡിറ്റ്, പിന്നെ 5 ദിവസത്തെ ക്രെഡിറ്റ്, പിന്നെ 3 ദിവസത്തെ ക്രെഡിറ്റ്, പിന്നെ 1 ദിവസത്തെ ക്രെഡിറ്റ്, പിന്നെ അര ദിവസത്തെ സ്പെഷ്യൽ ക്രെഡിറ്റ്. ഇതെന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? ആ പണി ഇവിടെ നടക്കില്ല. ഇപ്പൊ 5-ാം മാസം വരെയുള്ള ഏതാനും പെൻഷൻകാരെ ഒഴിച്ച് ബാക്കിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 30/11 വരെ പാസ്സാക്കിയ വൗച്ചറുകൾക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. 12-ാം മാസം പാസ്സായ വൗച്ചറുകളില്ല. 1-ാം മാസം മുതൽ കുറച്ച് പെൻഷൻ പേപ്പറുകളുടെ ക്രെഡിറ്റ് കൂടി കൊടുത്തു. വീണ്ടും റിട്ടയർമെന്റിന്റെ കാലം വരികയാണ്. 4-ാം മാസം മുതൽ റിട്ടയർമെന്റിന്റെ എണ്ണം വർദ്ധിക്കും. ഈ ജനുവരി മുതൽ 1570 ചിലാനും ആളുകൾ പെൻഷൻ പിരിയുന്നുണ്ട്. ചാകുന്നതിന് മുമ്പേ അടക്കം ചെയ്യാൻ ചില ആളുകൾ വീട് കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ഇത് തിരക്കണം. ചാകുന്നതിന് മുമ്പ് കുഴിച്ചിടാൻ വേണ്ടി രസീത് ബുക്കും വെൽഫെയർ ഫണ്ടിന്റെ കടലാസും പിന്നെ മാസികയുടെ പിരിവും, അങ്ങനെ എല്ലാം കൂടി 10,000 ആയുഷ്കാല ആജീവനാന്ത അനന്തരാവകാശ മെമ്പർഷിപ്പുമായി. ആയുഷ്കാലം, പിന്നെ അനന്തരാവകാശം, ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ. ആ മെമ്പർഷിപ്പുമായിട്ട് വീട് കയറി ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവരൊക്കെ പ്രിയപ്പെട്ട എന്റെ ജീവനക്കാർ ചോദിക്കണം, കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ അപ്പുറത്തെ കസേരയിൽ നിന്ന് പിരിഞ്ഞുപോയ, മെയ് മാസം പിരിഞ്ഞുപോയ ചേട്ടന് എന്നാണ് പെൻഷൻ ആനുകൂല്യം കിട്ടിയത്? നിങ്ങൾ ആർക്ക് മാങ്ങ പറിക്കാൻ പോയിരിക്കായിരുന്നു എന്ന് ചോദിക്കണം. എന്നിട്ട് ചോദിച്ചിട്ട് തൃപ്തികരമായ ഉത്തരവുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ഞങ്ങൾക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പപ്പ എന്നാണ് പറയുന്നതെങ്കിൽ കുഞ്ചിക്ക് നോക്കിയിട്ടിക്കണം. അതിനുകൂടി തയ്യാറാണ്. അപ്പൊ ഈ പെൻഷൻ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഉത്തരവുകളുണ്ട്. കേരള സർക്കാർ 5/2019 തോന്നുന്നു ഇറക്കിയ ഉത്തരവുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് ആ ഉത്തരവ് അംഗീകരിച്ചിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ NLC കൊടുക്കണം, എങ്ങനെ പെൻഷൻ കൊടുക്കണം, എത്ര നാൾ കൊടുക്കണം, വൈകിയാൽ ആര് നഷ്ടപരിഹാരം കൊടുക്കണം, ഇതൊക്കെ ഈ രാജ്യത്തെ വ്യവസ്ഥകൾ നിർണയിച്ചിട്ടുണ്ട്. അത് കൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഈ പരിപാടി എന്ന് പറയുന്നത് ഇന്നിരുന്ന് മൂടും തട്ടി എഴുന്നേറ്റ് പോയി പിന്നെ കാണാത്ത പരിപാടിയൊന്നുമല്ല.
മാസ്റ്റർ ട്രസ്റ്റ് കട്ടുമുടിച്ച ആളുകളെ വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തി സർക്കാർ ഉത്തരവെത്തിക്കാൻ 11/23 പെൻഷൻ ഫണ്ടിന്റെ വ്യവസ്ഥ ക്യാൻസൽ ചെയ്തുകൊണ്ട് റദ്ദാക്കിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കി. ആ വിജ്ഞാപനം സസ്പെൻഡ് ചെയ്തു നിർത്താൻ 2022 കേരളത്തിന്റെ ധനമന്ത്രി 1/11/23 മുതൽ 657 കോടി രൂപയുടെ നികുതി പണം ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വൈദ്യുതി ബോർഡിൽ നിന്ന് ശേഖരിച്ച് ധനാഗമ മാർഗമായി കണ്ട് കേരളത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് ഇന്നും ഡ്യൂട്ടി കൊടുക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി പെൻഷനേഴ്സ് കൂട്ടായ്മയാണ്. 12/3/2024 കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കി. 1/4/24 മുതൽ വൈദ്യുതി ബോർഡിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള സർക്കാർ ഉപഭോക്താക്കളുടെ കറണ്ട് ചാർജ് കുടിശ്ശിക വകയിരുത്തിയതിനു ശേഷം ബാക്കിയുള്ള ഡ്യൂട്ടി 1/4/24 ട്രഷറിയിൽ അടയ്ക്കണം എന്ന് ഉത്തരവ്. എന്തു സംഭവിച്ചു? 1/4/24 ഡ്യൂട്ടി ട്രഷറിയിൽ അടയ്ക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ അതിനെ ചുറ്റിയിറക്കിയ, അതിനെ ചുറ്റിപ്പറ്റി ഇറക്കിയ ബോർഡ് ഓർഡർ ഇറക്കിയ വൈദ്യുതി ബോർഡിന്റെ CMD-യെയും ഫിനാൻസ് സെക്രട്ടറിയെയും പ്രതിയാക്കി ചേർത്ത് കേരള ഹൈക്കോടതി കോടതി അലക്ഷ്യ കേസ്. ആ കോടതി അലക്ഷ്യ കേസിനും ഒറിജിനൽ പെറ്റീഷനിലും കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാതിരുന്ന കേരള സർക്കാരിനോട് കേരള ഹൈക്കോടതിയുടെ ജഡ്ജി പറഞ്ഞു, 2 ആഴ്ചയ്ക്ക് കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തെങ്കിൽ 30,000 രൂപ കെട്ടിവെച്ച് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു. കോടതി അലക്ഷ്യ കേസിൽ എന്തായിരുന്നു കൗണ്ടർ അഫിഡവിറ്റ്? 1/4/24 മുതൽ എന്റെ മോനെ സ്വപ്നത്തിൽ പോലും ഡ്യൂട്ടി അടയ്ക്കണമെന്ന് ഈ ഓർഡർ ഇറക്കിയവൻ വിധിച്ചില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കോടതി അലക്ഷ്യ കേസ് തീർപ്പാക്കും. ആ റിപ്പറ്റീഷൻ തീരുന്നതുവരെ, ഡിസ്പോസ് ചെയ്യപ്പെടുന്നതുവരെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഡ്യൂട്ടി കൈവശം വയ്ക്കാൻ ഒരു തടസ്സവും. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുൻ CMD കഴിഞ്ഞ വർഷം കേസിന്റെ ഓരോ അവധിക്കും തിരക്കുമായിരുന്നു. ആ കേസിന്റെ അവസ്ഥ എന്താണ്? ഡ്യൂട്ടി എടുത്തുകൊണ്ട് പോയാൽ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോ അങ്ങനെ ഈ വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരന്റെയും ജീവനക്കാരന്റെയും ഭാവി പെൻഷൻകാരനായ ജീവനക്കാരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് പ്രയോഗിക്കുകയും അത് ഫലവത്താക്കുകയും ചെയ്യുന്ന ഈ സംഘടന പറയുന്നു, വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരന്റെ ആനുകൂല്യമിട്ട് മാസ്റ്റർ ട്രസ്റ്റ് കളിക്കാനാണ് ഉദ്ദേശ്യമെങ്കിൽ ആ പണി നടക്കില്ല. ആ പണി ഈ തിണ്ണയിൽ നടക്കില്ല എന്ന് ഞങ്ങൾ പറയാം, എന്ന് ഞങ്ങൾ പറയാനായിട്ട്. കാരണം വൈദ്യുതി ബോർഡിലെ മാസ്റ്റർ ട്രസ്റ്റ് സംബന്ധിച്ച്, വൈദ്യുതി ബോർഡിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് സംബന്ധിച്ച്, പെൻഷൻ ബാധ്യത നിർവഹിക്കുന്നത് സംബന്ധിച്ച് നിങ്ങളൊക്കെ തനിക്കാക്കിയ ത്രികക്ഷി കരാറിനെ അധികരിച്ചുകൊണ്ട് വകമാറ്റിയ കാശ് പലിശ സഹിതം തിരിച്ചടയ്ക്കുവാനും വാർഷിക അധിക പെൻഷൻ ബാധ്യതയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് മാസ്റ്റർ ട്രസ്റ്റിന് ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ, വാർഷിക പെൻഷൻ വിഹിതം കൊടുക്കണമെന്ന് ആ ത്രികക്ഷി കരാറിലെ 1ാം കക്ഷിയായിട്ടുള്ള കേരള സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫർ സ്കീം ഇറക്കിയ പെൻഷൻ ഫണ്ട് നിർത്തലാക്കിയ അതേ ഊർജ വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് ഇലക്ട്രിസിറ്റി ബോർഡ് മര്യാദയ്ക്ക് പാലിക്കണം. അത് അതിന്റെ ഫണ്ട് കണ്ടെത്തുവാൻ
അത് ARR-ERC-യിൽ ഉൾപ്പെടുത്തി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടാൻ ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ മുന്നറിയിപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡിലെ ടെർമിനൽ സറണ്ടറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. 2014-15 കാലഘട്ടം മുതൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു അണ്ടർടേക്കിംഗ് വാങ്ങിക്കൊണ്ട് അവന്റെ ഇൻകം ടാക്സ് വിഹിതം ഇലക്ട്രിസിറ്റി ബോർഡ് പിടിച്ചു വെച്ചുകൊണ്ട് ആ റിട്ടേൺ ഫയൽ ചെയ്യാതെ ഇരിക്കുകയാണ്. ആ കേസ് ഏകദേശം 16 പെറ്റീഷനുകളോളം കേരള ഹൈക്കോടതിയിലുണ്ടായി. അത് വിധി പറയുന്നതിന് മുമ്പ് ആ ജഡ്ജി വിരമിക്കുകയും അതിപ്പോഴും അവിടെ കിടക്കുകയും. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പൊ ധാരാളം കൺസൾട്ടന്റുമാരുണ്ടല്ലോ. ഉണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ എങ്ങനെ നടക്കണം, എങ്ങനെ തുണി എടുക്കണം, എത്ര പ്രാവശ്യം മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറയാൻ ഓരോ ഉപദേശത്തിനും പദ്ധതി. അതിനുള്ള കൺസൾട്ടൻസി ഉണ്ട്. ലീഗൽ കൺസൾട്ടന്റും ഉണ്ട്, വളരെ പ്രസിദ്ധനായ ലീഗൽ കൺസൾട്ടന്റ്. എന്താണ് ഈ കേസ് സംബന്ധിച്ച കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാട് ഇത്രയേ ഉള്ളൂ. ബാധ്യതയുണ്ടെങ്കിൽ ഞാൻ അടച്ചോളാം എന്ന് പാവപ്പെട്ട പെൻഷനുകാരൻ എഴുതി കൊടുത്തതിന്റെ പിൻബലത്തിൽ കോടാനുകോടി രൂപ കൈവശം വെച്ച് ആസ്വദിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. കോടാനുകോടി രൂപ BSNL-നെ കമ്പനിയാക്കിയപ്പോൾ ടെർമിനൽ സർവീസിന്റെ ആദായത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. എന്തായിരുന്നു ഉത്തരവ്? കമ്പനിയാകുന്നത് വരെ അപ്രൂവ് ചെയ്തിട്ടുള്ള ടെർമിനൽ സറണ്ടറിന് മാത്രമായിരുന്നു ഇൻകം ടാക്സ് ബാധ്യത. ബാക്കി നോക്കിച്ച് ഇൻകം ടാക്സ് ബാധ്യത ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ്. ഇതേപോലെ കമ്പനിവൽക്കരിക്കപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം. അപ്പൊ ഇവിടെ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയട വലി, അങ്ങനെ നികൃഷ്ട ജീവികളാക്കി വൈദ്യുതി ബോർഡിന്റെ പെൻഷൻകാരനെ കുടിയിരുത്തുന്നത് ആ മനസ്സിരിപ്പിന് വേണ്ട. അതൊക്കെ നടന്നിട്ടുണ്ടാവും, ഇനിയത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തി ആ കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനുള്ള നടപടി. മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ നിവേദനം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസും വെൽഫെയർ ഫണ്ടും ഏർപ്പെടുത്തുക. അതിന് വളരെ പഴക്കമുണ്ടാകാം. വൈദ്യുതി ബോർഡിൽ ഒരു സ്വകാര്യ സംഘടന നടത്തുന്ന ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടായി. അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ മൊത്തം തുകയ്ക്ക് കവറേജ് ഇല്ലാത്ത ഇൻഷുറൻസ്. അടയ്ക്കുന്ന തുകയ്ക്ക് കവറേജ് വേണ്ടേ? ഞാൻ 25,000 രൂപ പ്രീമിയം അടച്ചാൽ എനിക്ക് 25,000 രൂപയുടെ ചികിത്സാനുകൂല്യമെങ്കിലും കിട്ടണ്ടേ? ഞാൻ 25,000 രൂപ ഒരു കടലാസിൽ കെട്ടിവെച്ചാൽ എനിക്ക് അതിന് ആശുപത്രി കൊണ്ടു കൊടുക്കാലോ. അതുപോലുമില്ലാത്ത വിചിത്രമായ ഇൻഷുറൻസ് 3 കോടി രൂപ വെട്ടിച്ചെന്നാണ് മലയാളത്തിൽ ഒരു പത്രം വെട്ടിയത്. 3 കോടി വെട്ടിച്ചത്. അത് നിലച്ചുപോയി, അത് നിന്നുപോയി. വൈദ്യുതി ബോർഡിൽ മെഡിസെപ്പ് ആരംഭിക്കണമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മ ആദ്യം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ആ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. വൈദ്യുതി മന്ത്രിക്കും ബോർഡ് ചെയർമാനും നിവേദനം കൊടുത്തു. നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഇപ്പോൾ മെഡിസിപ്പിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ കഴിയില്ല, പുതുതായി ഏതെങ്കിലും സ്ഥാപനത്തെ ചേർക്കാൻ കഴിയില്ല. അടുത്ത പ്രാവശ്യം KSRTC-യും KSEB-യും ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കും. ഇത് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആവശ്യമാണ്. ഇത് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആവശ്യമാണ്. ഇവിടെ 10-40 കൊല്ലം ഒക്കത്തിന് കറുത്ത ഭാഗം വെച്ച് കിടക്കുന്ന ഒരു പിരിവുകാർ സംഘടന ഇഷ്ടംമാരെ പേരുണ്ടായിരുന്നല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്പല മാനേജർമാരെ പോലെ നടന്നിരുന്ന ഒരു പെൻഷൻ സംഘടനക്കാർ. അവരൊന്നും അറിഞ്ഞില്ലേ മെഡിസിപ്പ് തുടങ്ങിയത്? മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്ക്, പഞ്ചായത്തിലുള്ളവർക്ക്, യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക്, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ഒക്കെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിനില്ല. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനം ഗ്രൂപ്പ് ഇൻഷുറൻസ് നടത്തുന്നുണ്ട്. എന്തിനധികം പറയുന്നു,
17 പേര് ജോലി ചെയ്യുന്ന റെഗുലേറ്ററി കമ്മീഷനിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്. അതിനെ തുടർന്ന് ബോർഡ് തലത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങണം എന്ന് നമ്മൾ ആവശ്യം. ഒരു തരത്തിലും ഇരിക്കപ്പെടുന്നില്ല. തലങ്ങും വിലങ്ങും പാരയാണ്. കാരണമല്ല, 3 കോടി ചോദിക്കും. ഇക്കൊല്ലം 3 കോടിയാണെങ്കിൽ അടുത്ത കൊല്ലം 4 കോടിയാണ് മനക്കണക്ക്. അവസാനം മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ കാര്യം, പെൻഷൻകാരുടെ കാര്യം പരിഗണിക്കാമെന്ന തത്വത്തിൽ അംഗീകരിച്ചു. ഗ്രൂപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ വിളിച്ചു, പെൻഷനേഴ്സ് കൂട്ടായ്മയെ അറിയിച്ചു. നമ്മൾ അത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിക്കണം. വിശദമായ റിപ്പോർട്ടുകൾ കൊടുത്തു. ഇപ്പോഴും വഞ്ചി എവിടെയാ? വഞ്ചി തിരുനക്കരയാണ്. ഇപ്പൊ ഫെഡറൽ ബാങ്ക് അതിൽ താല്പര്യം കാണിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ഇനി എല്ലാവർക്കും താല്പര്യം ഒരുപക്ഷെ കാണും. കാരണം കാത്തുവച്ച മാങ്ങേരി കട്ടുകൊണ്ടുപോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പരിപാടിക്ക് അവസാനം എന്താ നടന്നത്? പെൻഷൻകാരെ ഒഴിവാക്കാൻ ശ്രമിച്ചു. പെൻഷൻകാരെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയാണ് CMDക്ക് നിവേദനം കൊടുത്ത് ഗാസ്പ് നമ്മുടെ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയെ കണ്ട് നിവേദനം കൊടുത്തു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയിലെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി റാവുത്തർ സാറാണ് അത് സംബന്ധിച്ച് ഗാസ്പുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് നിവേദനം. അപ്പോ ആ ഗ്രൂപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പുണ്ടാവും. ഇനി അടുത്തതാണ് അതിലും വിചിത്രം. ഇപ്പോഴും കൊള്ള തുടങ്ങുന്ന ഒരു സാധനമുണ്ട്, വെൽഫെയർ ഫണ്ട്. പേരെന്താ? KSEB പെൻഷനേഴ്സ് വെൽഫെയർ ഫണ്ട്. ആരാ നടത്തുന്നത്? KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. ആരുടെ പേരിലാണ്? ആരുടെയാണ് അഡ്രസ്? ജനറൽ സെക്രട്ടറി KSEB പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റി, കരമന, തിരുവനന്തപുരം 2 എന്നാണ് നിർമ്മിതം. ഏതെങ്കിലും സൊസൈറ്റിക്ക് ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നത് എനിക്കറിയില്ല. അങ്ങനെ കേട്ടോ, സൊസൈറ്റിക്ക് സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ജനറൽ സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉണ്ടോ സൊസൈറ്റി? ഉണ്ടോ? അറിയില്ല, നമുക്കറിയില്ല. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? കാസർഗോഡ് ഡിവിഷനിൽ 11 ആളുകളുടെ പെൻഷനിൽ നിന്ന് വെൽഫെയർ ഫണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമ്മതപത്രവും ഇല്ല, അവരറിഞ്ഞിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താണ്? അത്ര ഞാൻ പറയണില്ല, പറയുകയാണ് ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വെൽഫെയർ ഫണ്ട് അല്ലേ. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വെൽഫെയർ ഫണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച, പേര് മുതൽ തെറ്റിദ്ധരിപ്പിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിനെ കൊണ്ട് കാശ് പിരിച്ച് ആള് മരിച്ചാലും 5 പൈസ കൊടുക്കാതെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാ കാരണം? ഇലക്ട്രിസിറ്റി ബോർഡാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട്. KSEB പെൻഷനേഴ്സ് പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് 100 രൂപ എന്ന് പറയുന്ന വരിസംഖ്യ 200 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അടുത്ത മാസം 1-ാം തീയതി മുതൽ ARU തലവന്മാർ 200 രൂപ വീതം പെൻഷൻകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച് അടയ്ക്കേണ്ടതാണ്. അതിന്റെ ഏറ്റവും താഴെ, അതായത് നമ്മുടെ പരസ്യം കേട്ടിട്ട് നിങ്ങള് പഴയ ഭാര്യയുമായി വരൂ, കൈവീശി പുതിയ ഭാര്യയുമായി പോകൂ, അതുകൊണ്ട് അതിന്റെ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് എന്നാണ്. മനസ്സിലായോ? അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ CMDയുടെ നോട്ടിനെ അടിസ്ഥാനമാക്കി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഉത്തരവിന്റെ താഴെ ഈ ആനുകൂല്യങ്ങൾ കിട്ടാതിരുന്നാൽ അതിന് യാതൊരു ഉത്തരവാദിത്വവും KSEB ലിമിറ്റഡിന് ഉണ്ടായിരിക്കുന്നതല്ല. ആള് ചത്ത് അടിയന്തരം കഴിഞ്ഞിട്ട് കാശ് കിട്ടാത്തതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് പരാതിയാണ്.
പകുതിയിലധികം ആളുകൾ ഇത് നിർത്തി പ്രാണനും കൊണ്ടോടി. പോയത് പോട്ടെ, ഇനി ഉടുതുണി കൂടി പോകും എന്ന് കരുതി മുടക്കിയത് ഇട്ടോടി. തിരുവനന്തപുരത്ത് ഒരു വക്കീൽ എന്ത് ചെയ്തു? അയാൾ ഒരു ദിവസം കണ്ടു നോക്കിയപ്പോ മാഗസനിലെ മരിച്ചുപോയ അച്ഛന്റെ പടം. അച്ഛൻ ഒരു പ്രാവശ്യം മരിച്ചാണ്, പിന്നെ എന്താണ് പടം എന്ന് നോക്കിയപ്പോഴാണ് വെൽഫെയർ ഫണ്ടിൽ നിന്ന് ഇത്ര രൂപ കിട്ടിയ ദിവംഗതനായി ഇന്നയാൾ. അദ്ദേഹത്തിന്റെ മാതാവിനോട് ചോദിച്ചു, എന്തെങ്കിലും പെൻഷൻകാരുടെ ആനുകൂല്യം ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. വക്കീൽ എന്ത് ചെയ്തു? വക്കീല് നോട്ടീസ് അയച്ചു. അറിയാവുന്നവർക്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ആരെയും ചൂണ്ടിക്കാണിച്ചത്. അവസാനം വക്കീലിന്റെ കാല് പിടിച്ചൊഴിവാക്കി. മരണ വീട്ടിൽ ചെല്ലും, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും വേണ്ട, സന്തോഷം വന്നതിൽ എന്ന് പറഞ്ഞാൽ പണി തീർന്നു. തിരിച്ചാ കാശ് അവിടം വരെ എത്തിയില്ല. ഈ പണിക്ക് എന്താ പറയുന്നത്? ഞാൻ പേര് പറയുന്നില്ല. ഈ പണിക്ക് കങ്കാണി പണി നടത്തുന്ന സ്ഥാപനമാക്കി ഇലക്ട്രിസിറ്റി ബോർഡിനെ മാറ്റിയവർക്ക് നാണമുണ്ടോ? ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ പണി നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥയുണ്ടാകും. അതിന്റെ ആരംഭമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കേരള സംസ്ഥാനത്ത് പെൻഷൻകാർക്ക് വെൽഫെയർ ഫണ്ട് പദ്ധതിയുള്ളൂ. കേരള സംസ്ഥാനത്ത് ജീവനക്കാർക്കും KSEB ലിമിറ്റഡിൽ ജീവനക്കാർക്ക് വെൽഫെയർ ഫണ്ടുണ്ട്. ആ മാതൃകയിലുള്ള വെൽഫെയർ ഫണ്ട് ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത് പിരിഞ്ഞ പെൻഷൻകാരോട് താല്പര്യമുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് വിട്ട്. അല്ലാതെ കള്ളനെ കഞ്ഞി വയ്ക്കുന്ന പണി അത് ഈ സ്ഥാപനത്തിന് ഭൂഷണമല്ല. ഈ സ്ഥാപനത്തിന്റെ ഭൂഷണമല്ല. വൈദ്യുതി ബോർഡിന്റെ വിജിലൻസ് വിഭാഗം എത്ര ആളുകളുടെ സമ്മതപത്രമില്ലാതെ പണം പിരിച്ചിട്ടുണ്ടെന്നും ആ പണം പിരിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനധികൃതമായ പണപ്പിരിവ് നടത്തുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വൈദ്യുതിയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുറിയും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഏകദേശം കാര്യങ്ങൾ എന്തെങ്കിലും നാലാമത്തെ പോയിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് പെൻഷൻകാരെയും ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മുടെ പെൻഷന്റെ അടിസ്ഥാന പെൻഷന്റെ 75% പെൻഷൻ മാത്രമേ നമുക്ക് നൽകൂ. അടിസ്ഥാന പെൻഷന്റെ 1/4 മാത്രമാണ് നമുക്ക് നൽകുന്നത്. 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ അടിസ്ഥാന പെൻഷൻ ഉള്ള ഒരാൾക്ക് 37,000 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടണം. ഒരു സ്ഥലത്ത് ഇപ്പൊ കിട്ടുന്ന മൊത്തം തുക കഴിച്ച് അത്രയും കാശ് 21% തുക കൂടി കിട്ടേണ്ട സമയത്ത് ആണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 1/1/2022 മുതൽ നമുക്ക് ഏറ്റവും അവസാനം ഒരു കുടിശ്ശിക അനുവദിച്ചു. എനിക്ക് തോന്നുന്നത് 29/7/2024 ബോർഡ് ഉത്തരവാണ് അല്ലെ? അതെ, ആ ഉത്തരവനുസരിച്ച് 3% ക്ഷാമം, 21% ക്ഷാമമെത്ത കുടിശ്ശികയായിട്ടുള്ള സമയത്ത് 3% ക്ഷാമാശ്വാസം. ആ ക്ഷാമാശ്വാസം ഓഗസ്റ്റ് മുതൽ വിതരണം. ഇന്നു മുതലുള്ള കുടിശ്ശികയാണ് 1/1/2022 മുതലുള്ള കുടിശ്ശിക. എത്ര മാസമായി? 12, 12, 24, 31 മാസത്തെ കുടിശ്ശിക ഉത്തരവിറങ്ങി ഇന്ന് 7 മാസമായി. 7 മാസം കഴിഞ്ഞിട്ടും ഒരു ഗഡു പോലും തരാനുള്ള മര്യാദയോ മാന്യതയോ ഈ സ്ഥാപനത്തിൽ അനുവദിച്ച ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക പോലും നൽകുവാൻ
തയ്യാറാകാത്ത നിഷേധാത്മകമായ സമീപനവുമായിട്ടാണ്. ഈ കാര്യത്തിലും തീരുമാനമുണ്ടാകണം. ക്ഷാമാശ്വാസം കുറിച്ച് ബാക്കിയുള്ളത് അനുവദിക്കുവാനുള്ള ഒരു കൺസൾട്ടൻസിയെ കൂടി നിയമിക്കണം. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ആദ്യം കൺസൾട്ട് ചെയ്ത് നമ്മൾ പരിഹരിക്കണം. അത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ഥാപനം വരുത്തി വച്ചിട്ടുള്ള ദുർനടപ്പിന്റെ പരിമിതിയാണ്. അത് പരിഹരിക്കാൻ ഒരു കൺസൾട്ടൻസിയെ വിളിച്ചാൽ ആ കൺസൾട്ടൻസി വരുന്നത് എന്തായിട്ടായിരിക്കും? അത് ചൂലും മുള്ളാണി വടിയുമായിട്ടല്ല. മനസ്സിലായോ? അതിനുള്ള കൺസൾട്ടൻസിയാണ് ഇവിടെ ആദ്യം നിയമിക്കുന്നത്. അതാണ് നിയമിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി മാനേജ്മെന്റ് പരിഹരിക്കാൻ തയ്യാറാകണം. അങ്ങനെ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത നടപടികൾ ആയി KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത് ജീവിക്കുന്നവരുടെയും പിരിഞ്ഞവരുടെയും മുഴുവൻ കക്ഷി രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സൗകര്യത്തിലിരിക്കുന്ന ബഹുമാനം, സമയം വൈകിട്ടുണ്ട്. എന്റെ കടമയിലേക്ക് കണക്കാണ് പൊതുവായിട്ടും സംസാരിക്കുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ടെക്നിക്കൽ സമിതിയുടെ കൺവീനറുമായ ശ്രീ റാവുത്തർ സാറിന്റെ കൂട്ടായ്മയുടെ പേരിൽ എന്റെ പേരിലുള്ള ഹൃദയമായ വന്ദനാപത്നി. ഈ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജെയിംസൺ ഡേവിഡ് സാറിന് പ്രതിനിധിയെ പ്രതികൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ VP രാധാകൃഷ്ണൻ സാറിന് കൂട്ടായ്മയുടെ സ്വാഗതം ആശംസിച്ച ശ്രീ വിമൽ സാറിന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീ മോഹൻകുമാർ സാറ്, ശ്രീ സുരേഷ് സാറ്, എല്ലാവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു ചേർന്ന എല്ലാ അംഗങ്ങൾക്കും 60, 70, 80 വയസ്സായി, എന്നിട്ടും നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടി ഇവിടെ വന്നു? ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? അപ്പൊ അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എന്റെയും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പേരുള്ള നന്ദി. സിന്ദാബാദ് 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 സിന്ദാബാദ്. സുഹൃത്തുക്കളെ, നമ്മള് ഇന്നിവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് നിവേദനമാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബോർഡ് CMDക്ക്, ഡയറക്ടർ ഓഫ് ഫൈനാൻസിന്, ചീഫ് എക്സിക്യൂട്ടീവ് HR, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഈ 4 പേർക്കും ഇന്ന് ഈ യോഗശേഷം ഈ നിവേദനങ്ങൾ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അത് ക്രിയാത്മകമായി അത് പരിഗണിച്ച് സമയബന്ധിതമായി അത് ചെയ്തു തീർത്തില്ലെങ്കിൽ തീർച്ചയായും അടുത്ത നിയമ നടപടികളിലേക്ക് നമ്മൾ കടക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി ഈ യോഗം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നേതൃത്വം ക്ഷണിക്കും. സിന്ദാബാദ് 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 പെൻഷനേഴ്സ് സിന്ദാബാദ് കൂട്ടായ്മ സിന്ദാബാദ്, പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്. പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്. ഇന്നലെ വരെ പണി ചെയ്ത് ഇന്നലെ വരെ പണി ചെയ്ത് പെൻഷൻ പറ്റി പിരിയുന്നവരെ പെൻഷൻ പറ്റി പിരിയുന്നവരെ പെൻഷൻ പറ്റി പിരിയുന്നവരെ പട്ടിണിക്കിട്ട് കൊല്ലാനായി കോപ്പ് കൂട്ടി രസിക്കുന്നവരെ ജീവിക്കാനായി കാശ് തരൂ. എന്നിട്ടാകാം ബാക്കിപ്പണി. പെൻഷൻ കിട്ടാൻ 4 മാസം. പെൻഷൻ കിട്ടാൻ 4 മാസം. കമ്മ്യൂട്ടേഷൻ ലീവ് സറണ്ടർ. ഗ്രാറ്റുവിറ്റി കിട്ടാനായി മാസം 10 കഴിയണം. മാസം 10 കഴിയണം. പെൻഷൻ ഫണ്ട്
പെൻഷൻ ഫണ്ട് വകമാറ്റി പെൻഷൻ ഫണ്ട് വകമാറ്റി പെൻഷൻ ഫണ്ട് വകമാറ്റി കട്ട് തിന്ന് മുടിച്ചവരെ കട്ട് തിന്ന് മുടിച്ചവരെ ഞങ്ങളുടെ കാശിന് പലിശ തരൂ, ഞങ്ങളുടെ കാശിന് പലിശ തരൂ, ഞങ്ങളുടെ കാശിന് പലിശ തരൂ. ഞങ്ങളുടെ കാശിന് പലിശ തരൂ. എന്നിട്ടാകാം കൺസൾട്ടൻസി, എന്നിട്ടാകാം കൺസൾട്ടൻസി, എന്നിട്ടാകാം കൺസൾട്ടൻസി. എന്നിട്ടാകാം കൺസൾട്ടൻസി. മുന്നറിയിപ്പ് മനസ്സിലാക്കി, മുന്നറിയിപ്പ് മനസ്സിലാക്കി, മുന്നറിയിപ്പ് മനസ്സിലാക്കി. മുന്നറിയിപ്പ് മനസ്സിലാക്കി നേരെ ചൊവ്വേ, നേരെ ചൊവ്വേ ആയില്ലെങ്കിൽ നേരെ ചൊവ്വേ നേരെ ചൊവ്വേ ആയില്ലെങ്കിൽ അക്കളി ഇക്കളി തീക്കളിയാ, അക്കളി ഇക്കളി തീക്കളിയാകും, അക്കളി ഇക്കളി തീക്കളിയാ. അക്കളി ഇക്കളി തീക്കളിയാകും. വാങ്ങും ഞങ്ങൾ, നഷ്ടപരിഹാരം വാങ്ങും ഞങ്ങൾ, വാങ്ങും ഞങ്ങൾ. നഷ്ടപരിഹാരം വാങ്ങും ഞങ്ങൾ. പറയുന്നതാരെന്നറിയാമോ? പറയുന്നതാരെന്നറിയാമോ? പെൻഷൻസ് കൂട്ടായ്മ സിന്ദാബാദ്, പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്, പെൻഷൻസ് കൂട്ടായ്മ സിന്ദാബാദ്. പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്. ഇൻഷുറൻസിന്റെ പേര്, ഇൻഷുറൻസിൻ പേര് പറഞ്ഞ്, ഇൻഷുറൻസിന്റെ പേര് ഇൻഷുറൻസിൻ പേര് പറഞ്ഞ് പെൻഷൻകാരെ പറ്റിച്ചവർക്കായി, പെൻഷൻകാരെ പറ്റിച്ചവർക്കായി, പെൻഷൻകാരെ പറ്റിച്ചവർക്കായി പെൻഷൻകാരെ പറ്റിച്ചവർക്കായി വെൽഫെയർ ഫണ്ടിൻ പേര്, വെൽഫെയർ ഫണ്ടിൻ പേര് പറഞ്ഞ്, വെൽഫെയർ ഫണ്ടിൻ പേര് വെൽഫെയർ ഫണ്ടിൻ പേര് പറഞ്ഞ് കാശ് പിരിക്കും KSCB, കാശ് പിരിക്കും KSCB, കാശ് പിരിക്കും KSCB. കാശ് പിരിക്കും KSCB. കൊല്ലം പിന്നിട്ട്, കൊല്ലം ഏറെ പിന്നിട്ട്, കൊല്ലം ഏറെ പിന്നിട്ട് കൊല്ലം ഏറെ പിന്നിട്ട് പെൻഷൻകാരൻ മരിച്ചിട്ടും, പെൻഷൻകാരൻ മരിച്ചിട്ടും, പെൻഷൻകാരൻ മരിച്ചിട്ടും പെൻഷൻകാരൻ മരിച്ചിട്ടും അവകാശിക്ക് പണമില്ല, അവകാശിക്ക് പണമില്ല, അവകാശിക്ക് പണമില്ല. അവകാശിക്ക് പണമില്ല. മറുപടി പറയൂ KSCB, മറുപടി പറയൂ KSCB, മറുപടി പറയൂ KSCB. മറുപടി പറയൂ KSCB. നിർത്തിവെക്കൂ കള്ളപ്പിരിവ്, നിർത്തിവെക്കൂ കള്ളപ്പിരിവ്, നിർത്തിവെക്കൂ കള്ളപ്പിരിവ്. നിർത്തിവെക്കൂ കള്ളപ്പിരിവ്. പണിയെടുത്ത് പിരിഞ്ഞവർ, പണിയെടുത്തു പിരിഞ്ഞവരോട്, പണിയെടുത്ത് പിരിഞ്ഞവർ പണിയെടുത്തു പിരിഞ്ഞവരോട് തെല്ലെങ്കിലും അലിവുണ്ടെങ്കിൽ, തെല്ലെങ്കിലും അലിവുണ്ടെന്നാൽ, തെല്ലെങ്കിലും അലിവുണ്ട്. തെല്ലെങ്കിലും അലിവുണ്ടെന്നാൽ ജീവനക്കാർക്ക് ഉള്ളതുപോലെ, ജീവനക്കാർക്ക് ഉള്ളതും ജീവനക്കാർക്ക് ഉള്ളതുപോലെ, സർക്കാരിലും ഉള്ളതും, സർക്കാരിലും ഉള്ളതുപോലെ, സർക്കാരിലും ഉള്ളതും സർക്കാരിലും ഉള്ളതുപോലെ ഏർപ്പെടുത്തു പെൻഷൻകാർക്കും, ഏർപ്പെടുത്തു പെൻഷൻകാർക്കും, ഏർപ്പെടുത്തു പെൻഷൻകാർക്കും. ഏർപ്പെടുത്തു പെൻഷൻകാർക്കും. വെൽഫെയർ ഫണ്ടും ഇൻഷുറൻസും, വെൽഫെയർ ഫണ്ടും ഇൻഷുറൻസും, വെൽഫെയർ ഫണ്ടും ഇൻഷുറൻസും. വെൽഫെയർ ഫണ്ടും ഇൻഷുറൻസും. ക്ഷാമാശ്വാസ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക ക്ഷാമാശ്വാസ കുടിശ്ശിക 21 ആയപ്പോൾ 21 ആയപ്പോൾ 3% തന്നിട്ട്, 3% തന്നിട്ട് 3% തന്നിട്ട് 3% തന്നിട്ട് മാസം 7 കഴിഞ്ഞിട്ടും മാസം 7 കഴിഞ്ഞിട്ടും ഒരു ജഡവും ഒരു ഗഡു പോലും കുടിശ്ശികയില്ലേ, ഒരു ഗഡു പോലും കുടിശ്ശികയില്ലേ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി. പറയൂ പറയൂ KSCB, പറയൂ പറയൂ KSCB, പറയൂ സർക്കാരെ, പറയൂ പറയൂ സർക്കാരെ, പറയൂ സർക്കാരെ. പറയൂ പറയൂ സർക്കാരെ. കൂട്ടായ്മ സിന്ദാബാദ്, പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്, കൂട്ടായ്മ സിന്ദാബാദ്. പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്. യോഗം അവസാനിച്ചിരിക്കുന്നു.